ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡാക്കറ്റ് സ്മാർട്ടിൽ പോകുന്ന കേട്ടോ. ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, ലോങ് വീഡിയോ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാക്കറ്റ് സ്മാർട്ട് എന്താണെന്നറിയില്ല, ഞാൻ പറയാം. ക്രാഫ്റ്റ്, സ്റ്റേഷനറി ഐറ്റംസ് ഇതെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഗിഫ്റ്റ് ഐറ്റംസ് ഇതെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണിത്. നമ്മുടെ ഈ കൊറിയൻ മോഡൽ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള തിങ്സ് എല്ലാം കിട്ടുന്ന ഷോപ്പ്. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തുമ്പി എപ്പോഴും പറയും ഇവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വെയിറ്റിംഗ് ആയിരുന്നു, എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക, ഇങ്ങനത്തെ കീ ചെയിൻസ്. അങ്ങനെ നിങ്ങൾക്ക് ഇനി ഞാൻ കാണിക്കുന്ന വീഡിയോ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഭംഗിയൊക്കെ. ഗേൾസിന് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ഇങ്ങനത്തെ എന്തോരം ഗേൾസിന് മാത്രം, നമ്മളെ ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവർക്കും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയായിട്ട് തോന്നി. കണ്ടു കിടക്കാം, സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇത് കൊച്ചിയിൽ എറണാകുളം പാലാരിവട്ടത്താണ് ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് പണ്ട് തൊട്ടേ ഓൺലൈനുണ്ട്, ഓഫ്ലൈൻ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓൺലൈൻ നേരത്തെ തൊട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഓഫ്ലൈനിൽ കോഴിക്കോടൊക്കെ ഷോപ്പ് തുടങ്ങുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. നിലവിലുള്ളത് പാലാരിവട്ടത്താണ്, എറണാകുളം. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് നോക്കിക്കേ. അതുപോലെ ഇപ്പം നമ്മളിപ്പം ജെൻസി അല്ലാത്തതുകൊണ്ട് നമുക്ക് പലതും കാണുമ്പം ഇത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പല ഐറ്റംസ് ഇതൊക്കെ പെന്നാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാണാൻ രസമുള്ള പെന്നാണത്. പെൻസിൽസ് അല്ല, പെന്നാണ്. അപ്പം നമുക്ക് പലതും കാണുമ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ. അപ്പം നമ്മളെക്കാൾ നന്നായിട്ട് പിള്ളേർക്ക് അറിയാമല്ലോ. അപ്പോൾ അവർക്കോട് ചോദിച്ചാൽ പലതും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഏരിയകൾ ഓരോന്ന് തിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തൊക്കെ എടുത്തുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ ആ ഒരു ഷോപ്പിലുള്ള കളക്ഷൻസ് ഞാൻ മൊത്തം കാണിക്കാം. ഇനി ഒരു ഷോപ്പ് എക്സ്റ്റെൻഡ് ചെയ്തെന്നാണ് പറഞ്ഞത്, കുറച്ചുകൂടി ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളക്ഷൻസ്, പ്രത്യേകിച്ച് സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ കളക്ഷൻസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയാൽ ഇതിലും കൂടുതൽ കളക്ഷൻസ് അവിടെ കാണാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നടക്കാൻ തന്നെ രസമാണല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സമയം പോകാനായിട്ട് ഇങ്ങനെ പോയി കാണാം. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എല്ലാം കണ്ടപ്പോൾ നല്ല ക്യൂരിയസ് ആയിട്ട് തോന്നി. നമ്മൾ ഓൺലൈനിൽ നോക്കിയാൽ പോലും പോയി കാണുന്നതിൻ്റെ ഒരു രസം അത് കിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് ഇവിടെ കണ്ടിട്ട് എനിക്ക് ആകപ്പാടെ ബോയ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തോന്നിയത് ഈ ഒരു കീ ചെയിൻസ് മാത്രം അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തന്നെ. ബാക്കി എല്ലാം ഗേളി തിങ്സ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇത് നമ്മൾ പെൻസിലിൽ യൂസ് ചെയ്യുന്ന ലെഡ് ഉണ്ടല്ലോ, ലെഡാണ് കേട്ടോ. അതിൻ്റെ ഇത് കണ്ടോ, ഗ്രീൻ കളറാണ് ലെഡ്. അങ്ങനെ പല കളേഴ്സ് ഇവിടെ കണ്ടു. അപ്പോൾ ലെഡുള്ള പെൻസിൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ യൂസ് ചെയ്യാൻ പറ്റിയ പല ടൈപ്പ് ലെഡ് പെൻസിൽ, ലെഡ് പെൻസിലല്ല, ലെഡാണത്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പ് പെന്നുകളാണ് കേട്ടോ. ഇതൊക്കെ പെൻ യൂസിനൊക്കെ കൂടുതൽ ഇങ്ങനെ കാണാൻ ഭംഗിക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഗിഫ്റ്റ് കൊടുത്ത പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊക്കെ എല്ലാം കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് ഇതെല്ലാം. ഞാൻ പറയും, ചിലത് കണ്ട് എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെൻസിൽസാണ് കേട്ടോ. കണ്ടില്ലേ, ഇതെല്ലാം എക്കോ ഫ്രണ്ട്ലി പെൻസിൽസാണ്. ലെഡാണത്, ലെഡ് പെൻസിൽസാണ്. അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി ലെഡ് ഇടാൻ പറ്റും.
പിന്നെ കണ്ടില്ലേ ഇങ്ങനത്തെ ഫാനുകൾ, ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫാൻ ഒരെണ്ണം വാങ്ങിച്ചു, പക്ഷേ ഇവിടെ നിന്നല്ല വാങ്ങിച്ചു. ഞങ്ങളിവിടെ പോകുന്നതിന് മുമ്പ് വേറെ ഷോപ്പിൽ പോയായിരുന്നു, അപ്പോൾ അവിടെ ഞാൻ ഫാൻ ഓൾറെഡി വാങ്ങിച്ചു. ഇവിടെ കുറേ വെറൈറ്റിയുള്ള ഫാനുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലോക്കുകളൊക്കെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇനിയും കുറേ, ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് കുറേ ഇനിയിപ്പോൾ കളക്ഷൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ ടൈം പീസുകൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ഗേൾസിൻ്റെയൊക്കെ റൂമിലൊക്കെ വയ്ക്കാൻ പറ്റും. തീം ഗേൾസിന് മാത്രമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ലാമ്പാണ് കേട്ടോ. ലാമ്പിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ട്, എന്ത് ഭംഗിയാണ്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനത്തെ ലാമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ. ലാമ്പ് തന്നെ യൂസ് ചെയ്യുന്ന കുറവ്. പിന്നെ ഇതൊക്കെ നോക്കിക്കേ, ഇതൊക്കെ കണ്ടാൽ എങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കുന്നത്. സാൻഡ്വിച്ച് ഷേപ്പിലുള്ളത്, പിന്നെന്തായിരുന്നു പോപ്കോൺ ഷേപ്പിലുള്ളത്, ചെരുപ്പിൻ്റെ ഷേപ്പ്, അങ്ങനെ എന്തൊക്കെ ഷേപ്പ് തരുന്നത്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാമ്പാന്ന് മനസ്സിലാവുക പോലുമില്ല. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇത് കണ്ടോ. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ പറയും, ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്താൽ എന്തായാലും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലായത്. ക്യാമറ ഷേപ്പിലുള്ളത്, എനിക്ക് സാൻഡ്വിച്ച് ഷേപ്പാണ് നല്ല ഭംഗിയായിട്ട് തോന്നിയത്. കണ്ട ലാമ്പാന്ന് പറയുമില്ല. എന്നാൽ ഇത് കണ്ട് പോപ്കോണിൻ്റെ ഷേപ്പ്, പോപ്കോണിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിലുള്ളത്, അങ്ങനെ ക്യാമറ ഷേപ്പിലുള്ളത്, പിന്നെ യൂണിക്കോൺ തീം, പിന്നെ അതുപോലെ പൗച്ചുകൾ നിറയെ കളക്ഷൻസ്, കുറേ പൗച്ചുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേസ്റ്റ് പിൻസ് ഇടുന്ന, വേസ്റ്റ് പിന്നൊക്കെ ഇടുന്ന ഇത് കണ്ടാൽ നമുക്ക് വേസ്റ്റ് പിന്നാൻ തോന്നില്ല. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ബിൻസൊക്കെയാണ്. പിന്നെ പെൻ വയ്ക്കുന്ന പെൻ സ്റ്റാൻഡ്, പിന്നെ കുറേ ഈ ടെഡി ബെയർ പോലത്തെ അങ്ങനത്തെ ഐറ്റംസ്, സ്റ്റിക്കേഴ്സ്, ബാഗിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വേസ്റ്റ് ബിന്നാണ്, കണ്ടാൽ പറയൂ. പിന്നെ ഇത് പെൻ സ്റ്റാൻഡുകളൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഞാൻ വേറെ വീഡിയോ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇതിനൊക്കെ ഓരോ പേരുണ്ട്, ചിലതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. ഇതൊക്കെ ലൈറ്റാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ തലയിൽ തട്ടുക്ക് ഞാൻ ലൈറ്റ് തെളിയും. അപ്പോൾ ഇതിങ്ങനെ ക്യൂട്ടായിട്ടൊക്കെ ടേബിളൊക്കെ വയ്ക്കാൻ പറ്റിയ ഐറ്റമാണിത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അതുപോലെ പൈപ്പ് ക്ലീനർ, സ്റ്റിക്കേഴ്സ്, അങ്ങനെ എന്ത് വേണ്ടാത്തത് പിള്ളേരെ അങ്ങ് ഇതിലേക്ക് കയറ്റിവിടാൻ മാത്രം മതി, അവർ സെലക്ട് ചെയ്തോളും. അത് ഇത് കണ്ട്, ഇത് റേസറാണ് കേട്ടോ, അവക്കാഡോ ഷേപ്പിലുള്ളത്. പിന്നെ എനിക്ക് ഈ ഡൈനോസറിൻ്റെ എഗ്ഗിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുമ്പിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ട് റേസർ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത്ര വലുപ്പമുള്ള ഇറേസറൊക്കെയാണ്, പക്ഷേ കാണുമ്പോൾ നല്ല ക്യൂട്ടാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഡൈനോസറിൻ്റെ നോക്കാം, പക്ഷേ തുമ്പിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇറേസേഴ്സാണ് കേട്ടോ, എന്ത് വലുപ്പമുള്ള ഇറേസറാണല്ലേ. ഇതൊക്കെ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണോ വെറുതെ ഇങ്ങനെ കാണാനായിട്ട് വയ്ക്കുന്നതാണോ? എന്തായാലും ഇതെനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെടും, നല്ല ഭംഗി തോന്നി. പിന്നെ ഇതെന്താണെന്ന് ജെല്ല് പോലെ ഇരിക്കുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലായ പോലുമില്ല. പിന്നെ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നോക്കിയില്ല, അതിലേക്ക് അധികം വാങ്ങിച്ചില്ല. ഇത് കണ്ടോ, ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ.
ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ കട്ടറാണ് കേട്ടോ. ഇത് പിന്നെ ഇറേസറാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള ഇറേസർ അല്ലേ. കണ്ടോ ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിനും അധികം വിലയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ പെന്നാണ്, ഇറേസിബിൾ പെന്നായിരുന്നു. ഇത് ഇറേസിബിൾ പെന്നാണ്, ഇറേസ് ചെയ്യാൻ പറ്റും. ആ പെൻ യൂസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റുന്ന ടൈപ്പ് പെന്നാണത്. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഈ ഫോണിൻ്റെ ചെയിനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കണ്ടപ്പം. പിന്നെ ക്യാപ്പിബാരയുടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. തുമ്പിക്ക് ക്യാപ്പിബാര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇതൊരു ഷാർപ്പനറാണ്, പെൻസിൽ ഷാർപ്പനറാണ്. ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം തന്നെ പാണ്ടയുടെ ഉണ്ടായിരുന്നു, ക്യാപ്പിബാര ഉണ്ടായിരുന്നു, പിന്നെ വേറെ പലതും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കളർ പെൻസിൽസാണ്, പിന്നെ സ്കെച്ചുകൾ, അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ കവർ കാണുമ്പോൾ അത് നല്ല ഭംഗിയാണ്. പിന്നെ കണ്ടോ ഇത് സ്കെയിലാണ് കേട്ടോ, ട്രയാങ്കിൾ ഷേപ്പിൽ സ്കെയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിൽ തന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പിനെ കുറച്ച് ഇങ്ങനെ കളർഫുള്ളായിട്ട് വന്നപ്പോൾ നല്ല ഭംഗി എനിക്ക് തോന്നി. ഒരു 3D ഷേപ്പൊക്കെ ആയിട്ട് കളറൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് ചെറുതും വലുതും ഉണ്ടായിരുന്നു. നമുക്ക് ബോക്സിലൊക്കെ വയ്ക്കാൻ പറ്റിയ വലുപ്പത്തിലുള്ളത് 15 സെൻറ്റിമീറ്ററിൻ്റെ, പിന്നെ 30 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നിറയെ സ്റ്റിക്കേഴ്സാണ്, ജേർണലിങ്ങിൻ്റെ കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്, പലതരത്തിലുള്ള സ്റ്റിക്കറുകൾ. ഇത് ജേർണലിംഗ് കിറ്റാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഞാൻ പറയാം, എനിക്കിത് എന്താണെന്ന് പോലും പലതും മനസ്സിലായി പോലും ഇതിൻ്റെ ഈ കവർ പേജ് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നില്ലേ. പിന്നെ തുമ്പുഴ വെച്ചിട്ട് പലതും ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ. നമ്മൾ ജെൻസീസ് എല്ലാത്തോണ്ട് നമുക്ക് എന്താ പറയുക, പലതും കണ്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലാണ് സത്യം. പിന്നെ ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് പല മനസ്സിലാവും. കവായി സ്റ്റിക്കേഴ്സ്. പിന്നെ ഇവിടെ ഞാനൊരു പിരമിഡിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി, ഒരു ഈജിപ്ഷ്യൻ. അത് ഞാൻ കാണിച്ചു തരാം. ഓരോ തീമിലാണ് ഓരോന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഈജിപ്തിൻ്റെ ഒരു ബേസ്ഡ് കണ്ടോ, റെട്രോ ഈജിപ്റ്റ് ജേർണലിംഗ് കിറ്റ്. അതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമായിട്ട് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത് ഹോട്ട് വാട്ടർ ബാഗാണ് കേട്ടോ. ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഹോട്ട് വാട്ടർ ബാഗ് ഗേൾസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും തോന്നി. നല്ല സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. അത് യൂസ്ഫുള്ളും ആണ്. പിന്നെ ബാഗിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പുതിയ കുറേ ബാഗ് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയതും അല്ലാത്ത നമുക്കിങ്ങനെ പൗച്ചുകളായിട്ടും ഒക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മൊബൈലും കൂടി ഇടാൻ പറ്റിയ ടൈപ്പുള്ള, നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ബാഗൊക്കെയാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.